അപ്പോ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പറയുന്നത് ഇതാണ്. If Laplace transform f of t is equal to f bar s, then Laplace transform of e raised to at f of t is equal to f bar s minus a, and Laplace transform of e raised to minus at f of t is equal to f bar s plus a. Using this property, we can do the problem. First problem ആണ് L of e raised to 3t cos 4t. ഈ പ്രോബ്ലം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണം. അപ്പൊ ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ആദ്യം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് cos 4t കണ്ടുപിടിക്കുക. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് cos 4t എന്താണ്? അദീന, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് cos 4t എന്താണ്? ഹെലൻ മരിയ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് cos 4t എന്താണ്? സർ s by s square plus 16. ഇത് നമ്മൾ എന്ത് കൊടുക്കണം? f bar s എന്ന് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? Then നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to 3t cos 4t അല്ലേ കണ്ടുപിടിക്കണ്ടേ? e raised to 3t cos 4t അല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പൊ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് cos 4t എത്ര കിട്ടിയത്? s by s square plus 16 കിട്ടിയില്ലേ? കിട്ടി സർ. അപ്പൊ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് e raised to 3t cos 4t യുടെ ആൻസർ എന്തായിരിക്കും? f bar s minus a. f bar s minus a എന്ന് പറഞ്ഞാൽ f bar s എന്താണ് കിട്ടിയിരിക്കുന്നത് നമുക്ക്? s by s square plus 16 അല്ലേ? അതെ സർ. അപ്പൊ s ന് പകരം എന്ത് കൊടുത്താൽ മതി? s minus a ആണോ? s minus 3. ഇവിടെ 3 s minus 3 divided by താഴെ എന്ത് വരും? s minus 3 whole square plus 16. ക്ലിയർ ആയില്ലേ? Yes sir. അതായത് s is replaced by s minus 3. s ന് പകരം s minus 3 കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ പെട്ടെന്ന് കിട്ടും. അപ്പൊ നമ്മൾ ഉപയോഗിച്ച പ്രോപ്പർട്ടി ഏതാണ്? ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. അപ്പൊ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയുടെ മെച്ചം എന്താണ്? നമ്മളിവിടെ e raised to 3t cos 4t യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണണമെങ്കിൽ ആദ്യം cos 4t യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക. അത് നമ്മൾ f bar s എന്ന് എടുക്കുക. എന്നിട്ട് e raised to 3t cos 4t കണ്ടുപിടിക്കണമെങ്കിൽ s എവിടെയൊക്കെ ഉണ്ടോ ആ s നെ എന്ത് ചെയ്യണം? s minus a എന്ന് എഴുതണം. ഇവിടെ a എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. അപ്പൊ s minus 3 by s minus 3 whole square plus 16. s minus 3 by s minus 3 whole square plus 16 എഴുതിയെടുത്തോളൂ. ഓക്കെ, ഇനി ഇതിൽ രണ്ടാമത്തെ പ്രോബ്ലം, സെക്കൻഡ് പ്രോബ്ലം ചെയ്യണമെങ്കിൽ e raised to at t raised to എന്താണ്? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ആർച്ച് എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യണമെന്ന്? e raised to at t raised to n. സർ f bar of s. l of t raised to n ആദ്യം കണ്ടുപിടിക്കുക അല്ലേ? yes sir. l of t raised to n ന്റെ വാല്യൂ എത്രയാണ്? നമ്മുടെ ഫോർമുല സ്റ്റാൻഡേർഡ് റിസൾട്ട് എന്താണ്? സർ ഗാമ ഓഫ് n ഡിവൈഡഡ് അല്ല, ഇവിടെ നമുക്ക് n ഫാക്ടോറിയൽ എടുത്താൽ പോരെ? n ഫാക്ടോറിയൽ ബൈ s raised to n plus 1. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to at t raised to n അല്ലേ കണ്ടുപിടിക്കണ്ടേ? അതെ സർ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? n ഫാക്ടോറിയൽ ബൈ s ന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? t raised to n ആണ് സർ. s ന് പകരം s is replaced by s minus a whole raised to n plus 1. അപ്പൊ ആൻസർ ആയില്ലേ? yes sir. അപ്പൊ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്കത് ചെയ്യാൻ പറ്റും കേട്ടോ. എല്ലാവരും എഴുതിയെടുത്തോളൂ.